بسم الله الرحمن الرحيم. وفي ثمود إذ قيل لهم تمتعوا حتى حين فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون فما استطاعوا من قيام وما كانوا منتصرين وقوم نوح من قبل إنهم كانوا قوما فاسقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1832 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായമായ സൂറത്തുൽ ദാരിയാത്തിലെ 43 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫീ സമൂദ ഇദ് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ فعتوا عن أمر ربهم فأخذتهم الصاعقة وهم ينظرون فما استطاعوا من قيام وما كانوا منتصرين وقوم نوح من قبل إنهم كانوا قوما فاسقين. صدق الله العلي العظيم. സൂറത്തു ദാരിയാത്തിലെ 43 മുതൽ 46 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യമാർഗത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന ആളുകളോട് സംവദിക്കുന്നതിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന ചില സമൂഹങ്ങളുടെ അനുഭവങ്ങളാണ് അള്ളാഹു ഇവിടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചില സമൂഹങ്ങളെ പരാമർശിച്ചത് ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ അടുക്കല് ഒരു സംഘം മലക്കുകൾ വന്നതും അവര് ലൂത്ത് അലൈഹിസ്ലാം പ്രബോധന ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന പ്രദേശത്തേക്ക് അവർക്കെതിരിലുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി പോവുകയായിരുന്ന കാര്യവും, അതുപോലെ അവർക്കെതിരിൽ അള്ളാഹു കടുത്തൊരു നടപടി സ്വീകരിച്ച ആ സംഭവത്തിന്റെ ചില വിശദാംശങ്ങളൊക്കെ മുകളിൽ പങ്കുവെക്കുകയുണ്ടായി. അതുപോലെ മൂസ അലൈഹിസ്ലാമിന്റെ ചരിത്ര സംഭവങ്ങളിലും നിങ്ങൾക്ക് പാഠം ഉൾക്കൊള്ളാൻ പ്രയോജനകരമായ ചില ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അള്ളാഹു അതിനെ തുടർന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതിനുശേഷം ആദ് സമൂഹത്തെയാണ് അള്ളാഹു പരാമർശിക്കുകയുണ്ടായത്. ആദിന്റെ അനുഭവത്തിലും അവർക്കെതിരിൽ വന്ധ്യമായ കാറ്റിനെ നാം അയച്ചുകൊണ്ട് ആ പ്രദേശത്തെ ആകെ നശിപ്പിച്ചു കളഞ്ഞ ആ സംഭവത്തിൽ അതിലും നിങ്ങൾക്ക് വലിയ പാഠവും ദൈവിക ദൃഷ്ടാന്തവും അടങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠനവിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അല്ലാഹു പറഞ്ഞു വെച്ചത്. അതിനുശേഷമാണ് ഇവിടെ സമൂദ് സമൂഹത്തെ പരാമർശിക്കുന്നത്. നമ്മൾ പിന്നിട്ട സൂറത്തുകളിൽ പല ഭാഗങ്ങളിലായിട്ട് സമൂദ് സമൂഹത്തിന്റെ അനുഭവത്തെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് കാണുകയുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടിരുന്നത് ഈ സമൂദ് സമൂഹത്തിന്റെ അടുക്കലേക്കാണ്, അല്ലെങ്കിൽ സമൂദ് സമൂഹത്തിൽപ്പെട്ട ഒരാളായിരുന്നു സ്വാലിഹ് അലൈഹിസ്സലാം. അങ്ങനെയാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അവരുടെ സഹോദരൻ അഖൂഹും എന്നുള്ള നിലക്കാണ് പരാമർശം കാണുന്നത്. അപ്പോ ഇന്നത്തെ സൗദി അറേബ്യയുടെ
അല്ലുല പ്രദേശത്തിനോടടുത്തുള്ള അൽ ഹിജർ അല്ലെങ്കിൽ മദായിൻ സ്വാലിഹ് എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂപ്രദേശത്തായിരുന്നു അവർ അധിവസിച്ചിരുന്നത്. അപ്പൊ അവർക്ക് താക്കീതുകാരനായിട്ട് സാലിഹ് അലൈഹിസ്സലാം വന്ന ഘട്ടത്തില് വലിയ ധിക്കാരികളായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവര്. അവരുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിന് വഴിപ്പെടുന്ന പ്രവാചകനെ അനുസരിക്കുന്ന ആളുകളായി മാറുന്നു എന്ന വിധത്തിൽ അവരെ പരീക്ഷിക്കുന്നതിനായി ഒരു പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ എണീപ്പിച്ച് കൊണ്ടുവരികയും അള്ളാഹുവിന്റെ നാക്കത്തായിട്ട് അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അതിനെ യാതൊരു വിധത്തിലും ദ്രോഹിക്കരുത് എന്ന് സാലിഹ് അലൈഹിസ്ലാം മുഖേന അള്ളാഹു അവരെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ സാലിഹ് അലൈഹിസ്ലാമിന്റെ താക്കീതുകളെ ഒന്നും വകവെക്കാതെ സമൂഹത്തിലെ അധർമ്മികളും അക്രമികളുമായ ഏതാനും പേര് ആ ഒട്ടകത്തെ ദ്രോഹിക്കുകയും അതിനെ കൊന്നുകളയുകയും ഒക്കെ ചെയ്തു. അതിനെ തുടർന്ന് 3 നാളുകളോ മറ്റോ അവർക്ക് സമയം അനുവദിക്കപ്പെടുകയാണ്. അതിനെ തുടർന്ന് അവര് ആ ഭൂപ്രദേശം ഒന്നാകെ തകർന്നടിയുന്ന വിധത്തില് അവരൊക്കെയും നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ആ സംഭവത്തിന്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അത് വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. ഇവിടെ പറയുന്ന കാര്യം വഫി സമൂദിലുമുണ്ട് എന്നാണ്. സമൂദിലുമുണ്ട് എന്ന് പറഞ്ഞാൽ സമൂദിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്, നിങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക ദൃഷ്ടാന്തം സമൂദിന്റെ ചരിത്രത്തിലും വായിക്കാൻ സാധിക്കും. ഇത് ഖീലലഹും അള്ളാഹു അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ വിശേഷിച്ചു അവരോട് പറയപ്പെട്ടത് തമത്തഉ ഹത്താ ഹീൻ എന്നാണ്. നിങ്ങൾ ആസ്വദിച്ച് ഉല്ലസിച്ച് ജീവിച്ചോളുക ഒരു നിശ്ചിത അവധി വരെ. അള്ളാഹു നിങ്ങൾക്കായിട്ട് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി വരെ നിങ്ങൾ ആനന്ദിച്ച് ജീവിച്ചു കൊള്ളുക എന്നാണ് അവരോട് പറയപ്പെട്ടത്. ഇങ്ങനെ പറയുമ്പോ സാലിഹ് അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഏത് ഘട്ടത്തിലാണ് അവരോടായി ഇങ്ങനെ പറഞ്ഞത് എന്നൊരു വിഷയം അനിവാര്യമായും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ വഫി സമൂദ ഇത് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ. സമൂദ് സമുദായത്തിന്റെ അല്ലെങ്കിൽ ആ വിഭാഗം ആളുകളുടെ കാര്യത്തിലും അവരുടെ ചരിത്രത്തിലും നിങ്ങൾക്ക് പ്രയോജനകരമായ ഒരു ഗുണപാഠവും ഒരു ദൈവിക ദൃഷ്ടാന്തവും ഒക്കെ കാണാൻ സാധിക്കും. ഇത് ഖീല ലഹും അവരോട് ഇങ്ങനെ പറയപ്പെട്ട ആ സന്ദർഭത്തിൽ വിശേഷിച്ചും അങ്ങനെ ആ ഒരു സംഭവത്തെ തുടർന്ന് തമത്തഉ ഹത്താ ഹീൻ, നിങ്ങൾ ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിച്ചു കൊള്ളുക ഒരു നിർണിത സമയം വരെ എന്ന്. ഇതങ്ങനെ ആനന്ദ ലഹരിയിൽ ആറാടിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ. യാതൊരു വിധത്തിലുള്ള ബോധവുമില്ലാതെ കാര്യങ്ങളുടെ സൂചനകൾ മനസ്സിലാക്കാൻ സന്നദ്ധതയില്ലാതെ ഒരു അന്തസ്സാര ശൂന്യരായ ആളുകളായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തോട് അവരുടെ നിലപാടിലും അവരുടെ രീതികളിലും നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ താക്കീത് ചെയ്തുകൊണ്ട് പറയുന്ന വിധത്തിലുള്ള ഒരു സംസാരമാണ്. തമത്തഉ ഹത്താ ഹീൻ, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അവധി വരെ നിങ്ങൾ ആനന്ദിച്ച് ജീവിച്ചോളൂ എന്ന് പറയുന്നു. ഫഅതൗ അൻ അംരി റബ്ബി, എന്നാൽ അങ്ങനെ ഒരു താക്കീത് നൽകപ്പെട്ടതിന് ശേഷവും അവര് തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിച്ചു കളഞ്ഞു. ഫഅതൗ എന്ന് പറഞ്ഞാല് ധിക്കാരം പ്രവർത്തിച്ചു എന്നാണ്. അൻ അംരി റബ്ബി, തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ആ കൽപ്പനകൾ അനുസരിക്കാൻ കൂട്ടാക്കാതെ ധിക്കാരപരമായി അവർക്ക് തോന്നിയ വിധത്തിൽ പ്രവർത്തിക്കുന്ന രീതി അവര് അവലംബിക്കുകയുണ്ടായി. അപ്പോ അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. വഫീ സമൂദ ഇത് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ, വളരെ പരിമിതമായ നിർണിതമായ ഒരു കാലമാണ് അവർക്കുള്ളത് എന്ന ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അവരെ താക്കീത് ചെയ്ത്
ബോധമുള്ളവരായി പ്രവാചകന്മാരുടെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു അവരോട് നിർദ്ദേശിച്ചപ്പോ അവര് നേരെ വിപരീതമായൊരു ജീവിത രീതിയാണ് പിന്തുടരുകയുണ്ടായത്. അത് അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും അതുപോലെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഗൗനിക്കാതിരിക്കലിൻ്റെതും ഒക്കെയായ ഒരു രീതിയാണ് അവര് പിന്തുടർന്നത്. ഫഅതൗ അൻ അംരി റബ്ബി, തങ്ങളുടെ റബ്ബിന്റെ കൽപ്പനകളെ അവർ ധിക്കരിച്ചു. ഫഅഖദതുഹുമു സ്വാഇഖത്തു, അങ്ങനെ അതിനെ തുടർന്ന് അവരെ ഒരു സ്വാഇഖത്ത് പിടികൂടി എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഒരു ഘോരമായ ശിക്ഷ അവരെ പിടികൂടുകയാണ്. അത് അവര് നോക്കി നിൽക്കെ പൊടുന്നനെ ഉണ്ടായ ഒരു സംഗതിയായിട്ടാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ഒരു കടുത്ത ശിക്ഷ. സ്വാഇഖത്ത് എന്നത് ഒരു ഇടിനാദം പോലെയുള്ള ഒരു കടുത്ത ശബ്ദം പോലെയുള്ള ഒരു സംഗതി അവരെ പിടികൂടുകയുണ്ടായി. ഫഅതൗ അൻ അംരി റബ്ബിഹിം ഫഅഖദതുഹും സ്വാഇഖത്തു വഹും യൻളുറൂൻ, അവര് നോക്കി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ അവര് അങ്ങനെ ഒരു പെട്ടെന്ന് അപ്രതീക്ഷിതമായുള്ള ഒരു ദൈവിക നടപടി ഉണ്ടാകും എന്ന കണക്കുകൂട്ടലൊന്നും അവർക്കില്ല. പക്ഷെ അവര് കാണുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തില് നിസ്സഹായരായി പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ അരങ്ങേറുകയുണ്ടായത്. ഫഅഖദതുഹുമു സ്വാഇഖ, സ്വാഇഖ എന്ന് പറഞ്ഞ ഒരു ഘോര ഗർജനം അല്ലെങ്കിൽ കടുത്ത ഒരു പ്രകമ്പനം ഉണ്ടാക്കുന്ന ഇടിനാദം പോലെയുള്ള ഒരു സംഗതി, അതൊക്കെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. വഹും യൻളുറൂൻ, അവര് നോക്കി നിൽക്കെ എന്ന് പറഞ്ഞാൽ അവര് യാതൊരു മുൻകരുതലും ചെയ്ത് അങ്ങനെയുള്ള ഒരു പരിണതിയെ നേരിടാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലൊന്നുമല്ല. പക്ഷെ അവർ കാണുകയും അറിയുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ നടപടി ഉണ്ടാവുന്നത്. ഫമസ്തതഉ മിൻ ഖിയാമിൻ, അവർക്കൊന്ന് എണീക്കാൻ പോലും പറ്റിയില്ല. ആ ഘോരഗർജനത്തില് അല്ലെങ്കിൽ ആ കടുത്ത ശബ്ദത്തില് അവരൊക്കെയും ചേതനയറ്റ് വീണവരായി മാറി. ഖുർആൻ അതിനെ ഈത്തപ്പന വൃക്ഷങ്ങള് കടപുഴകി വീണ് കിടക്കുന്ന ഒരവസ്ഥയോടൊക്കെ ഉപമിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ കാണാം. അപ്പോ ഫമസ്തതഉ മിൻ ഖിയാമിൻ, അവർക്കൊന്ന് പ്രതിരോധിക്കുന്നത് പോയിട്ടൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിലായിപ്പോയി. ഫമസ്തതഉ, അവർക്ക് സാധിച്ചില്ല, മിൻ ഖിയാമിൻ, ഒന്ന് എണീറ്റ് നിൽക്കാൻ അതിന് പോലും കഴിഞ്ഞില്ല. വമാ കാനൂ മുൻതസിരീൻ, അവര് സ്വയം പ്രതിരോധിക്കുന്നവരായില്ല, അതുപോലെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ ആക്രമണത്തിനെ ചെറുക്കുന്നവരുമായില്ല. അതിനൊരു തിരിച്ചടി കൊടുത്ത് ആരാണോ തങ്ങളെ പ്രഹരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ദ്രോഹിച്ചിട്ടുള്ളത് അവരെ ഒന്ന് ഒതുക്കി കളയാമെന്ന നിലക്ക് അവർക്ക് എതിരിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്താനോ അല്ലെങ്കിൽ ആത്മപ്രതിരോധം നടത്താനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. വമാ കാനൂ മുൻതസിരീൻ. മുൻതസിർ എന്ന വാക്ക് രണ്ട് അർത്ഥസൂചനകൾ നൽകുന്നുണ്ട്. ഒന്ന്, ആക്രമിക്കപ്പെടുമ്പോ അതിനെതിരില് സ്വയം പ്രതിരോധിക്കുന്ന ഒരു സംഗതിയാണ് അത് സൂചിപ്പിക്കുന്നത്. സ്വയം പ്രതിരോധിച്ചുകൊണ്ട് ചെറുത്ത് നിൽക്കുക എന്നുള്ളത്. മറ്റൊന്ന് തിരിച്ചടി നൽകുക എന്നുള്ളതാണ്. പ്രതിക്രിയ എന്ന നിലക്ക് തങ്ങളെ ആക്രമിച്ചവരെ തിരിച്ചടിക്കുക, അവർക്ക് എതിരിൽ രംഗത്ത് വന്നുകൊണ്ട്. അപ്പൊ ഒരു നിലക്കും ഈ വക ആത്മപ്രതിരോധത്തിനോ അല്ലെങ്കിൽ തിരിച്ചടി നൽകാനോ ഒന്നും അവർക്ക് സാധിക്കുകയുണ്ടായില്ല. ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും അവർക്ക് പറ്റിയില്ല. ഇതാണ് അള്ളാഹു അവരെ കുറിച്ച് പരാമർശിക്കുന്നത്. ഖൗമ നൂഹിൻ, എന്നിട്ട് അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൂടി പരാമർശിക്കുകയാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം. മിൻ ഖബൽ, ഇവയ്ക്കൊക്കെ മുമ്പ്, ഇവിടെ പരാമർശിക്കപ്പെട്ട സമൂഹങ്ങളുടെയൊക്കെ മുമ്പ് അങ്ങനെ ഒരു ജനതയുടെ അനുഭവവും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മക്കയിലെ ആളുകളോടാണ് പറയുന്നത്. ഖൗമ നൂഹിൻ, നൂഹിന്റെ ജനത. മിൻ ഖബൽ, നേരത്തെ
നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ പരാമർശിക്കപ്പെട്ട സമൂഹങ്ങളുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെതും അതുപോലെ തുടർന്നുള്ള ഒന്ന് രണ്ട് സമൂഹങ്ങളുടെ ഇവിടെ പരാമർശിച്ചു. അതിന്റെ മുമ്പ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഒക്കെ കാലഘട്ടത്തിലെ സംഭവങ്ങളെ പരാമർശിച്ചിട്ട് ഇതിന്റെ ഒക്കെ മുന്നേ നൂഹിന്റെ ജനത ഉണ്ടായിരുന്നു. അപ്പൊ അതിലും നിങ്ങൾക്ക് ഒരു പാഠവും അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, നിശ്ചയമായിട്ടും ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു അത് എന്നാണ് അവരെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. നൂഹ് സമൂഹത്തിനെ കുറിച്ച് അവര് ഫാസിഖുകളായിരുന്നു എന്നാണ്. മുത്തഖികൾ എന്നതിന്റെ നേരെ വിപരീത പദമായിട്ട് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ച് കാണുന്ന ഒരു പദമാണ് ഫാസിഖ് എന്നത്. തെമ്മാടികളെന്നോ താന്തോന്നികളെന്നോ ധിക്കാരികളെന്നോ അക്രമികളെന്നോ ഒക്കെ ഈ പദത്തിന് അർത്ഥകൽപ്പന നൽകപ്പെടാറുണ്ട്. അപ്പോ നൂഹിന്റെ ജനതയും താക്കീതുകാരന് ചെവിക്കൊടുക്കാൻ കൂട്ടാക്കാതെ പ്രവാചകനെയും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെയും അനുസരിക്കാനുള്ള സന്നദ്ധത കാണിക്കാതെ ധിക്കാരത്തിന്റെ വഴിയും അനുസരണക്കേടിന്റെ വഴിയും ഒക്കെ പിന്തുടർന്ന ആളുകളാണ്. ഖൗമ നൂഹിൻ മിൻ ഖബ്ൽ, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ഏറ്റുവാങ്ങിയ ഈ ദൈവികമായ നടപടിയെ പല വിശദാംശങ്ങളോടുകൂടിയും വിശുദ്ധ ഖുർആനിൽ പിന്നിട്ട പല സൂറത്തുകളിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു പ്രളയമുണ്ടായി, ആ പ്രളയത്തെ അതിജീവിക്കാൻ കഴിയാതെ ആ കാലഘട്ടത്തിൽ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരും മരിച്ചു പോകുന്ന ഒരു സംഭവമാണ് ചരിത്രത്തിൽ അത് എന്ന് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ അനുഭവമായിട്ട് പരാമർശിക്കപ്പെടുന്നു. അതില് ആ പ്രളയത്തെ അതിജീവിച്ച വളരെ പരിമിതമായ എണ്ണം ആളുകളാണ്. നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം കപ്പലിൽ കയറി രക്ഷപ്പെട്ടവർ, പ്രളയത്തെ അതിജീവിച്ചവർ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബം പോലും മുഴുവനായിട്ട് അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ കയറി രക്ഷപ്പെടുന്നില്ല. മകൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഞാൻ അടുത്തുള്ള മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ദിവസം ഒരു മലയും ഒരു പർവ്വതവും തന്നെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നാണ് അവനോട് വിളിച്ചു പറയപ്പെട്ടതെങ്കിലും അതൊന്നും ചെവിക്കൊടുക്കാൻ അവന് കൂട്ടാക്കിയില്ല. ജലവിധാനം അങ്ങ് ഉയർന്ന് പർവ്വതത്തിന്റെ ഉച്ചിയിലോളം എത്തുകയും അതുപോലെ ജനവാസമുള്ള ഇടങ്ങളിലൊക്കെയും തന്നെ പ്രളയജലം എത്തി എല്ലാവരും അതിൽ നശിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ആ കാലത്തെ ആ പ്രളയത്തെ തുടർന്ന് മനുഷ്യവംശം ആ കപ്പലിൽ രക്ഷപ്പെട്ടവരും അവരുടെ പിന്മുറക്കാരുമാണ് പിന്നെ ഭൂമുഖത്താകെയായിട്ട് വ്യാപിക്കുന്നത്. ആ നിലക്ക് ഖുർആൻ സൂചന നടത്തുന്നുണ്ട്. അപ്പോ നൂഹ് അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ദുരീയത്തിനെയും കപ്പലിൽ നാം വഹിച്ചുകൊണ്ട് പോയ കാര്യമൊക്കെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് പരിമിതമായ എണ്ണം ആളുകൾ കപ്പലിൽ അന്ന് രക്ഷപ്പെട്ടവര് ആ പ്രളയാനന്തര കാലത്ത് ലോകമാകെയായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കപ്പൽ നിർമ്മിക്കാനൊക്കെയുള്ള പുതിയ സാങ്കേതിക പരിജ്ഞാനം നേടിയ ഒരു കൂട്ടരാണല്ലോ പിന്നെ പ്രളയാനന്തര കാലത്ത് ലോകത്ത് അവശേഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ സാധിക്കുന്ന വിധത്തില് ആ കപ്പൽ നിർമ്മാണ സാധ്യതയൊക്കെ വികസിപ്പിക്കുകയും അത് യാത്രക്ക് കൂടി ഉപകരിക്കുന്ന കപ്പല് നിർമ്മിക്കുന്നതിലേക്കൊക്കെ നയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാ വൻകരകളിലേക്കും മനുഷ്യവാസം എത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ സൂചനകളെ വെച്ചുകൊണ്ട് നമുക്ക് ചരിത്രത്തെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ മക്കയിലെ ആളുകളെ താക്കീത് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ, ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് ആദ് സമൂഹത്തെയും അതുപോലെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെയുമാണ് പരാമർശിക്കുന്നത്. ആദ് സമൂഹത്തിനെ തുടർന്ന് സമൂദ് സമൂഹത്തെയും അതുപോലെ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെയുമാണ് ഈ ആയത്തുകളിലായിട്ട് പരാമർശിക്കുന്നത്. ഇതൊക്കെയും തന്നെ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ
മധ്യപൗരസ്ത്യ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടങ്ങളാണ്. ആദിന്റെ കാര്യമായാലും സമൂദിന്റെ കാര്യമായാലും അതിന്റെയൊക്കെ വളരെ മുമ്പ് നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം, ഖൗമു നൂഹിന്റെ കാര്യമായാലും, പിന്നെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം, അതുപോലെയുള്ള വിഭാഗങ്ങളുടെ കാര്യമായാലും ഷുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹം, ഇതൊക്കെ തന്നെയും മധ്യപൗരസ്ത്യ ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഇടങ്ങളും സമൂഹങ്ങളുമാണ്. അത് നൽകുന്ന വലിയൊരു സൂചന മനുഷ്യ സമൂഹത്തിന്റെ ഉത്ഭവം തന്നെ ആ പ്രദേശത്താണ് എന്നതാണ്. ഖുർആനിലെ സൂചനകൾ വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഒരുപക്ഷെ മനുഷ്യന്റെ ഉത്ഭവം ആഫ്രിക്കയിൽ നിന്നാണ് എന്നൊരു ധാരണയിലേക്ക് എത്തുന്നത് കാണാം. അതും യഥാർത്ഥത്തില് പ്രളയാനന്തര കാലത്ത് ലോകത്ത് മനുഷ്യർ വ്യാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നുള്ളൂ എന്നതാണ് വസ്തുത. പ്രളയത്തിന് മുമ്പ് ലോകത്ത് മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അവര് ഒക്കെയും തന്നെ അധിവസിച്ചിരുന്നത് ഒരേ ഒരു ഭൂപ്രദേശത്തും, അവരെല്ലാവരും ഒരേ ഭാഷ സംസാരിച്ചിരുന്നവരും ഒരേ ജീവിത രീതി പിന്തുടർന്നിരുന്നവരും ഒക്കെയാണ്. അപ്പോ ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ട്, ഒരൊറ്റ സമുദായമായിരുന്നു എന്നത്. അത് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം വരെ അങ്ങനെയായിരുന്നു. മനുഷ്യോൽപത്തി മുതൽ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം വരെ മനുഷ്യ സമൂഹം ഒരൊറ്റ ഉമ്മത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ തുടർന്ന് പ്രളയാനന്തര കാലത്താണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കുമായിട്ട് അവർ നീങ്ങുന്നത്. ഒരുപക്ഷെ ശാസ്ത്രാന്വേഷണങ്ങളില് ഈ പ്രളയാനന്തര കാലത്ത് മനുഷ്യര് എത്തിപ്പെട്ടിടങ്ങളിൽ നിന്നുള്ള അവരുടെ നീക്കവും വികാസവും മുന്നേറ്റവും ഒക്കെയാണ് പഠന വിധേയമാക്കപ്പെടുന്നതും ആഫ്രിക്കയിലാണ് മനുഷ്യന്റെ ഉത്ഭവം എന്നൊരു ധാരണയിലേക്ക് അവർ എത്തിച്ചേരുന്നതൊക്കെ. പക്ഷെ ആഫ്രിക്കയിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഈ മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് മനുഷ്യവാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നതും, പ്രളയത്തിനെ തുടർന്നുള്ള കാലത്താണ് ആഫ്രിക്കയിലേക്ക് മനുഷ്യ സമൂഹം എത്തുകയുണ്ടായത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സാധ്യതകൾ നൽകുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് കാണാൻ കഴിയും. ചരിത്രത്തെ പോലെ തന്നെ ഈ കാര്യങ്ങളെ ചികഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് സഹായകമാവുന്ന ഒരു ടൂളാണ് ഭാഷയുടെ പരിണാമം എന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കപ്പെടുന്ന ഒരു പഠന മേഖല എറ്റിമോളജിയാണ്, ഭാഷോൽപത്തി അല്ലെങ്കിൽ പദോൽപത്തി ശാസ്ത്രമാണ്. പദങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വന്നു, അതെങ്ങനെ ഏതൊക്കെ ദിശകളിലേക്ക് സഞ്ചരിച്ചു, അതിനെന്തെല്ലാം പരിവർത്തനങ്ങൾ ഉണ്ടായി, അത് എങ്ങനെയൊക്കെ പുതിയ പുതിയ പല ഭാഷകളുടെയും ഭാഗമായി ചേർന്നു, ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അതുണ്ടായി തുടങ്ങിയ കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തിയിട്ട് നമുക്ക് മനുഷ്യ ചരിത്രത്തിന്റെ ഒരു ചിത്രം തന്നെ ഏകദേശമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പോ ചരിത്രത്തെ പോലെ പ്രസക്തമായത് ഒരുപക്ഷെ ഈ ആർക്കിയോളജി, പുരാവസ്തു ഗവേഷണ പഠന മേഖല ഒരുപാട് വെളിപ്പെടുത്തലുകൾ നൽകുന്ന ഒരു പഠന മേഖലയാണ്. അതിനോളം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഫലപ്രദമായ ഒരു പഠന മേഖലയായിട്ട് ഈ പദോൽപത്തി ശാസ്ത്ര മേഖലയും നമുക്ക് അനുഭവപ്പെടും. എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം വരെ മനുഷ്യരൊക്കെയും ആദം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം വരെ ഒരൊറ്റ സമുദായമായിരുന്നു, ഒരു ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്, ഒരേ ഒരു സംസ്കാരത്തിന്റെ ആളുകളായിരുന്നു എന്നതൊക്കെയാണ്. അപ്പോ ഈ ഒരുപക്ഷെ ചരിത്രത്തിലെ ഭൂമുഖത്ത് മനുഷ്യൻ വസിക്കാൻ തുടങ്ങിയത് മുതൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ദൈവിക നടപടിയായിട്ട്, ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ദൈവിക നടപടിയായിട്ട് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്തെ സംഭവത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഖൗമ നൂഹിൻ മിൻ ഖബൽ, ഇവർക്കൊക്കെ മുമ്പായി നൂഹിന്റെ ജനതയുടെ കാര്യത്തിലും ഉണ്ടായ സംഗതികൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്,
ദൃഷ്ടാന്തമുണ്ട്. ഇന്നഹും കാനു ഖൗമൻ ഫാസിഖീൻ, അവര് അക്രമികളായ അല്ലെങ്കിൽ ധിക്കാരികളായ ഒരു സമൂഹമായിരുന്നു എന്നാണ് അവരെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിമിതമായ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അതിൽ സമൂദ് സമൂഹത്തിന്റെയും അതുപോലെ ഖൗമു നൂഹിന്റെയും, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെയും കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവയിൽ മക്കയിലെ അഭിസംബോധിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളും അതുപോലെ പാഠങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.